അൺബോക്സിങ് എപ്പോഴും ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ തന്നെയാണ് ഞാൻ ചെയ്യാറ്. പക്ഷേ ഈ ഒരു അൺബോക്സിങ് എക്സൈറ്റ്മെൻറ്റിനേക്കാൾ ഉപരിയായി ഭയങ്കര അഭിമാനവും സന്തോഷവും മനസ്സ് നിറയ്ക്കുന്ന ഒരു അനുഭൂതിയാണ് കേട്ടോ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കുന്നത്. കാരണം എന്താണെന്നറിയാവോ, ഇതൊരു ബുക്കാണ്. ആദ്യമായിട്ടാണ് വായിക്കാൻ വേണ്ടിയിട്ട് ഫ്ലിപ്കാർട്ടിൽ നിന്നൊരു ബുക്ക് ഞാൻ ഓർഡർ ചെയ്യുന്നത്. പക്ഷേ ഇതല്ല കേട്ടോ അതിൻ്റെ പ്രത്യേകത. ഈ ബുക്ക് എഴുതിയ ആളാണ് നമ്മളുടെ ഇവിടുത്തെ ഹീറോയിൻ എന്ന് വേണമെങ്കിൽ പറയാം. ഞങ്ങൾ 6 കസിൻസിൽ ഏറ്റവും ഇളയാൾ. അതെ, ദ പവർ ഓഫ് ഐസ് റിട്ടൺ ബൈ അക്സ എസ് അനി. അക്സ എസ് അനി എന്നുള്ളത് എൻ്റെ ഏറ്റവും ഇളയ അനിയത്തിയാണ് കേട്ടോ. ഞങ്ങൾ കസിൻസിൽ ഏറ്റവും ഇളയാൾ. അവൾക്കിന്ന് 16 വയസ്സ്. 14 വയസ്സുള്ളപ്പോഴാണ് ഈ ഒരു സ്റ്റോറിയുടെ ത്രെഡ് അവിടെ മൈൻഡിലേക്ക് വന്നത്. എങ്കിലും അവൾ എഴുതി തുടങ്ങിയത് 15-ാം വയസ്സിൽ. അവൾ 10th വെക്കേഷനിലാണ് അവർ ഈ ഒരു ബുക്ക് എഴുതി തുടങ്ങിയത്. അങ്ങനെ 16-ാമത്തെ വയസ്സിൽ അവളത് പബ്ലിഷ് ചെയ്തു. ഫോർ ദോസ് ബോൺ ഫ്രം ലോസ് ബട്ട് ക്യാരിഡ് ബൈ ലവ്. അതാണ് കേട്ടോ അതിനകത്ത് കൊടുത്തേക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്റ്റോറിയാണ്. ബ്യൂട്ടിഫുൾ സ്റ്റോറി എന്നതിനേക്കാൾ അപ്പുറമായി ഒരുപാട് സസ്പെൻസുകൾ ഒളിച്ചു വെച്ചേക്കുന്ന ഒരു 37 ചാപ്റ്ററുള്ള ഒരു സ്റ്റോറി. ഒരു പെൺകുട്ടിയുമായി ചുറ്റിപ്പറ്റി നടക്കുന്ന കുറേ സംഭവ വികാസങ്ങളാണ് ഈ ഒരു ബുക്കിൽ അവൾ നല്ല രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ ബുക്കിൻ്റെ ഓരോ പേജുകൾ മറിക്കുമ്പോഴും എൻ്റെ മനസ്സിൽ കൂടെ കടന്നുപോയത് ഒരു വയസ്സുള്ള ഒരു കുഞ്ഞ് അനിയത്തിയായിരുന്നു കേട്ടോ. കലപിലാന്ന് രാത്രി 12 മണിയായാലും തോരാതെ വർത്താനം പറയുന്ന അക്സ. അവൾ ഒരു എഴുത്തുകാരിയായെന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായ രീതിയിൽ ഗൂസ് ബംസ് വരികയാണ്. അത്രയ്ക്ക് സന്തോഷം, അത്രയ്ക്ക് അഭിമാനം. നീ ഒരു നല്ല എഴുത്തുകാരിയായി ഒരുപാട് ഉയരങ്ങളിലേക്ക് ഇനി എത്തട്ടെ എന്ന് ഒരു ചേച്ചി എന്ന നിലയിൽ ഞാൻ ആശംസിക്കുന്നു. ഇനി വായനക്കാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ ഒരു ബുക്ക് ഒന്ന് വായിച്ചു നോക്കണം. നിങ്ങളുടെ ലൈഫിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. നിങ്ങൾ വായിച്ചു തുടങ്ങിയാൽ എനിക്ക് ഉറപ്പുണ്ട് ഇത് ഫുള്ള് വായിച്ചു തീർക്കാൻ നിങ്ങൾക്ക് വേറൊന്നും ചെയ്യാൻ തോന്നത്തില്ല. അത്രയ്ക്ക് നമ്മളെ പിടിച്ചിരുത്തുന്ന രീതിയിലാണ് ഈ എഴുത്തുകാരി ഇതിൽ എഴുതിയിരിക്കുന്നത് കേട്ടോ. വളരെ നല്ലൊരു സ്റ്റോറിയാണ്. ഒരു പെൺകുട്ടിയും അവിടെ ലൈഫിൽ ചുറ്റിപ്പറ്റി നടക്കുന്ന കുറച്ച് സംഭവ വികാസങ്ങൾ, അതും വളരെയധികം സസ്പെൻസ്ഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഈ ഒരു സ്റ്റോറിയിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ബുക്ക് വാങ്ങി ഒന്ന് വായിച്ചു നോക്കണം. ആമസോണിൽ ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. ഞാൻ ലിങ്ക് ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. താങ്ക്